എല്ലാ പ്രേക്ഷകർക്കും ബിഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പറയുന്നത് നിങ്ങളുടെ പ്രണയത്തിൻ്റെ ഭാവി കൃത്യമായി പറയാമെന്നുള്ളതിനെ കുറിച്ചാണ്. ഇതൊരു ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. കാർഡുകൾ കാണാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും, പക്ഷെ കാർഡുകൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് 3 കാർഡുകൾ ഇവിടെ കാണാം. 3 കാർഡുകളിൽ ഒന്നാമത്തെ കാർഡിലേക്ക് തന്നെ നമുക്ക് ആദ്യം പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോക്ക് പ്രചോദനമാകുന്നത്. നമുക്ക് ഒന്നാമത്തെ കാർഡിലേക്ക് പോകാം. ഒന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് ദി ലവേഴ്സാണ്. 2 പ്രണയിനികളെ നിങ്ങളിവിടെ കാണുന്നുണ്ട്. അതാണ് ദി ലവേഴ്സ് എന്ന് പറയുന്ന കാർഡാണ്. നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് കൃത്യമായി പറയാൻ കഴിയുന്ന ഒരു കാർഡാണത്. ലവേഴ്സ് എന്ന കാർഡിൽ ഇവിടെ കാണുന്നത് കൃത്യമായി പരസ്പരം മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന 2 വ്യക്തികളെയാണ്. അത് നിങ്ങളാണ്. നിങ്ങൾ മനസ്സറിഞ്ഞ് സ്നേഹിക്കുകയാണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തരത്തിലുള്ള ഇഷ്ടം, സ്നേഹം പ്രദാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പരസ്പരമുള്ള വിശ്വാസവും പരസ്പരമുള്ള ഇഷ്ടവും ഇവിടെ ദൃശ്യമാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സറിഞ്ഞ് തന്നെയാണ് പ്രണയിക്കുന്നത്, മനസ്സറിഞ്ഞ് തന്നെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം നിങ്ങളുടെ പ്രണയം അത്ര പരസ്പര ബന്ധിതമാണ്. പക്ഷെ ചില കുഴപ്പങ്ങൾ ആ പ്രണയത്തിലുണ്ട്. ചില പ്രശ്നങ്ങളും ചില പ്രശ്നക്കാരും നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. നിങ്ങളെ പ്രണയിക്കാൻ അനുവദിക്കാതെ നിങ്ങളുടെ മുമ്പിൽ നല്ല വാക്ക് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രണയത്തെ തടസ്സപ്പെടുത്തി നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ചില ആളുകൾ അവിടെയുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങളെ ഒരുപക്ഷെ വേദനിപ്പിച്ചേക്കാം. അവരുടെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ നിങ്ങളെ വിഷമിപ്പിച്ചേക്കാം. പക്ഷേ കൃത്യമായി പറഞ്ഞാൽ അവിടെ നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്ത, നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്ന ചില സാഹചര്യങ്ങൾ തീർച്ചയായിട്ടുമുണ്ട്. അത് നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിച്ചേക്കാം. പക്ഷേ തൽക്കാലം പ്രണയിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. അത് കാര്യമാക്കേണ്ട. കാരണം അതിനേക്കാളുപരി നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നു. നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ചിലരുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. നമുക്കിനി രണ്ടാമത്തെ ഒരു കാർഡുണ്ട്. 2 ഓഫ് സ്വാർഡ്. 2 വാളുകൾ അവിടെ കാണാം. ആ 2 വാളുകൾ ഒരു കാർഡ് തന്നെയാണ്, ഒരു ടാരോട്ട് കാർഡാണ്. നമുക്ക് എന്താണ് അതിൻ്റെ റീഡിംഗ് എന്ന് നോക്കാം. അതായത് നിങ്ങളുടെ പ്രണയത്തിന് ദുഃഖം ഉണ്ടാക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകുന്നു നിലവിൽ, വർത്തമാന കാലഘട്ടത്തിൽ. ഇപ്പോൾ ഇത് നിങ്ങൾ കാണുന്ന സമയം, നിങ്ങളിത് മനസ്സിലാക്കുന്ന സമയം, നിങ്ങളുടെ പ്രണയത്തിൽ ചില ദുഃഖങ്ങളുണ്ടാകുന്നു. ഒരുപക്ഷെ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നോ ഉള്ള പെരുമാറ്റത്തിലോ മറ്റോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാം. അതായത് നിങ്ങളുടെ പ്രണയം പ്രതിസന്ധിയിലാണ്. ഏതെങ്കിലും വിധേനെ ഒരുപക്ഷെ നിങ്ങളിൽ 2 പേരിൽ നിന്നോ പരസ്പരമോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഒരാളിൽ നിന്നോ നിങ്ങൾ പ്രതിസന്ധി നേരിടേണ്ടി വരും. നിങ്ങൾക്ക് നേരിടേണ്ടി വരും. അങ്ങനെ ഒരു പ്രതിസന്ധി നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട്. ഈ പ്രതിസന്ധി കാണുമ്പോൾ നിങ്ങൾ ഭയപ്പെടും. ഞങ്ങളുടെ പ്രണയം പരാജയപ്പെട്ടോ, ഇനി വിജയിക്കുകയില്ലയോ? പക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്തൊന്നും ഭയപ്പാട് വേണ്ട. നിങ്ങളുടെ പ്രണയത്തിന് ഒന്നും സംഭവിക്കില്ല. നിങ്ങളുടെ പ്രണയം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട്, അവഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. നിങ്ങളെ തച്ചുടക്കാനോ തകർക്കാനോ കഴിയില്ല. പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. പ്രണയത്തിലെ ഇപ്പോഴുള്ള വെല്ലുവിളികൾ അതിജീവിക്കുക തന്നെ നിങ്ങൾ ചെയ്യും. തീർച്ചയായും അത് അതിജീവിച്ച് മുന്നേറുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് അഭിമാനിക്കാനുണ്ടാകും. പ്രത്യാശയുടെ ഒരു ഘട്ടം തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. പ്രശ്നങ്ങളിൽ തകരണ്ട. പ്രണയം, നിങ്ങൾ തമ്മിലുള്ള പ്രണയം നിങ്ങൾ തമ്മിൽ മനസ്സറിഞ്ഞുള്ളതാണ്. അതിന് ആത്യന്തികമായൊരു തകർച്ചയുണ്ടാവില്ല. ഈ പ്രതിസന്ധികളെ അത് അതിജീവിക്കുക തന്നെ ചെയ്യും. അതായിട്ട് ഒരു കാർഡുണ്ട്. ഈ 2 പ്രണയിനികൾക്കും അവർ പിടിച്ചിരിക്കുന്ന വാളുകൾക്കും അപ്പുറത്തൊരു റൗണ്ട് കാണാം. വീൽസ് ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നൊരു കാർഡാണത്. ടാരോട്ട് കാർഡാണ്. എന്താണ് ആ കാർഡ് നമുക്ക് നൽകുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ പ്രണയത്തെ സംബന്ധിച്ച് വീൽസ് ഓഫ് ഫോർച്യൂണിലാണ് നിങ്ങളുടെ പ്രണയത്തിൻ്റെ ഭാവി പറയുന്നത്. നിങ്ങൾ ആശങ്കപ്പെട്ട പ്രണയം ഒന്നും സംഭവിക്കില്ല. ആശങ്കകൾ ഒന്നുമല്ലാതെ ആയിത്തീരുകയും നിങ്ങൾ പ്രണയിച്ച് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇപ്പോഴുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ പ്രണയം ഒരിക്കലും തകരുകയില്ല. തകരാൻ ആഗ്രഹിച്ചവർക്ക് നിരാശ സമ്മാനിച്ചുകൊണ്ട് ആ പ്രണയം നിലനിൽക്കുക തന്നെ ചെയ്യും. ആ പ്രണയത്തെ സംബന്ധിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഭയം ഉണ്ടാവും. കാരണം
പ്രണയ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയും പ്രശ്നവും വളരെ വലുതാണ്. ആ പ്രതിസന്ധിയും പ്രശ്നത്തെയും അതിജീവിച്ചുകൊണ്ടും അവഗണിച്ചുകൊണ്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും ആ പ്രതിസന്ധിയും പ്രണയവും പ്രതിസന്ധിയായി തുടരുമെന്ന് നിങ്ങൾ ആവലാതിപ്പെടുന്നുണ്ട്. പക്ഷേ അതങ്ങനെ സംഭവിക്കില്ല. നിങ്ങളുടെ പ്രണയം നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൻ്റെ ആഴത്തിലുള്ള ഇഷ്ടം കൊണ്ട്, ആ ഇഷ്ടത്തിൻ്റെ മൂല്യം കൊണ്ട്, ആത്മാർത്ഥത കൊണ്ട് അത് നിലനിൽക്കും. ഒരു വൃത്താകൃതിയിലുള്ള ഒരു സംരക്ഷണം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. ആ സംരക്ഷണത്തിനകത്താണ് നിങ്ങൾ രണ്ടുപേരും ഉള്ളത്. പുറമേയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയൊക്കെ വേദനിപ്പിച്ചേക്കാം ഒരു പരിധി വരെ. അതാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് നിങ്ങൾ അധികം ചുഴഞ്ഞു പോകണ്ട. കാരണം എല്ലാത്തിനും ഒരു കാരണം അതിൻ്റേതായിട്ടുണ്ടാവും. നിങ്ങൾ ഒരുമിച്ച് തന്നെ നിൽക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാതിരിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നവരാണ്, പ്രണയിക്കുന്നവരാണ്. നിങ്ങളുടെ പ്രണയം പരാജയപ്പെടുകയുമില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.